ഹേ എവരിവൺ, ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് പൈനാപ്പിൾ കേസരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് ഷുഗർ, കുറച്ച് നെയ്യ്, പിന്നെ പൈനാപ്പിൾ ചെറുതായി സ്ലൈസ് ചെയ്തത്, പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ സാഫ്രൺ ചെറുതായിട്ട് ഇളം ചൂട് പാലിലിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫുഡ് കളർ നമുക്ക് ഉപയോഗിക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ആദ്യം ഒരു ഹെവി ബോട്ടം പാനിൽ നമുക്ക് നെയ്യ് നല്ലോണം ചൂടാക്കണം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യ് തന്നെ നമുക്ക് പൈനാപ്പിൾ കൂടി ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ഇളം ബ്രൗൺ ആകുന്ന വരെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ റെഡിയായെന്ന് മനസ്സിലാവും. ഈ പൈനാപ്പിൾ മാറ്റിയിട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ആ പാനിൽ തന്നെ നമുക്ക് റവ കൂടി ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ റവ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇളം ഫ്ലെയിമിൽ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടി നെയ്യ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ നല്ലോണം ഒന്ന് മൂത്ത് വന്നു. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഇവിടെ ചേർക്കുകയാണ്. അപ്പോൾ റവ നല്ലോണം വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. റവ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗറും റവയോട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഷുഗർ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് മെൽട്ടായിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറും. നല്ല ഒരു സ്മൂത്തായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ആ സാഫ്രൺ കൂടി ചേർത്ത് കൊടുക്കാം. സാഫ്രൺ മിൽക്ക് ഇല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ സാഫ്രൺ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മഞ്ഞ കളർ കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 4-5 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എത്ര നെയ്യ് ചേർക്കുന്നോ അത്രയും ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് മഷി ആയിട്ടിരിക്കും നമ്മുടെ കേസരി. അപ്പോൾ നമ്മുടെ കേസരി റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.